വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ്. കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല, സ്ഥിരമായി PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഉണ്ട്. അത് നമുക്ക് പഠിക്കണം. കറണ്ട് അഫയേഴ്സിൽ വേറെ പുതിയ വന്നിട്ടുള്ള പദ്ധതികളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. കൂടാതെ കേരളത്തിലെ കായലുകൾ, അതുപോലെ തന്നെ ശുദ്ധജല തടാകങ്ങൾ, അതൊക്കെയാണ് പഠിക്കണം. അപ്പൊ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് നോക്കിയാലോ. ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സമാശ്വാസം എന്ന് പറയുന്ന പദ്ധതിയെ കുറിച്ചാണ്. എന്താണ് സമാശ്വാസം എന്ന് പറയുന്ന പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് വൃക്കയൊക്കെ തകരാറ് വന്നിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് സമാശ്വാസം. ഇപ്പൊ എന്താ മനസ്സിലാക്കണ്ടേ? വൃക്ക തകരാറ് സംഭവിച്ച ആൾക്കാരാവണം. അവര് മാസത്തിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം? ഡയാലിസിസ് ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിക്ക് വിളിക്കുന്ന പേരാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാശ്വാസം. വളരെ കുറഞ്ഞ രൂപയുള്ളൂ, 1100 രൂപയൊക്കെയാണ് അവർക്ക് കൊടുക്കണേ. ഇനി അടുത്തത് സമാശ്വാസം പോലെ തന്നെ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള അടുത്ത ഒരു പദ്ധതിയുടെ പേര് ആശ്വാസ കിരണം എന്നാണ്. പദ്ധതിയുടെ പേര് എന്താണ്? ആശ്വാസ കിരണം എന്ന് പറഞ്ഞാൽ നമ്മള് കിടപ്പ് രോഗികൾ, അതായത് തീരെ കിടപ്പായിട്ടുള്ള രോഗികൾ ഉണ്ടാവും. ആ കിടപ്പ് രോഗികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഈ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് എന്താണ്? കിടപ്പ് രോഗികൾക്കല്ല, അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് എന്ത് കൊടുക്കുകയാണ്? പ്രതിമാസം എന്ത് കൊടുക്കുകയാണ്? ധനസഹായം അഥവാ പെൻഷൻ കൊടുക്കുകയാണ്. മനസ്സിലാവുണ്ടോ? കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് എന്ത് കൊടുക്കുന്നു? പ്രതിമാസ പെൻഷനാണ്. പ്രതിമാസ പെൻഷൻ പദ്ധതിയുടെ പേരാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്വാസ കിരണം. കാരണം അവർക്ക് പുറത്തേക്ക് പോകാനോ ജോലിക്ക് പോകാനോ ഒന്നും പറ്റില്ല, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവരെയാണ് എന്ത് നമ്മുടെ ആശ്വാസ കിരണം എന്ന് പറയുന്നത്. ഇനി അടുത്ത പദ്ധതിയുടെ പേര് ശ്രുതി തരംഗം എന്നാണ്. ശ്രുതി തരംഗം. അപ്പോ ശ്രുതി തരംഗം പദ്ധതി എന്തായിരിക്കും? ശ്രുതി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, കേൾവിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോ ശ്രവണ വൈകല്യമുള്ള ആൾക്കാർക്ക്, ഈ ശ്രവണ വൈകല്യം എങ്ങനെയാണ്? 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക്, ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതി. അപ്പൊ ശ്രവണ വൈകല്യമുള്ള ആൾക്കാരാവണം, അത് 5 വയസ്സ് വരെയുള്ള ആൾക്കാരാണ്. അവർക്ക് എന്ത് നൽകാണ്? കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ എന്ത് നൽകുകയാണ്? അതായത് കേൾവിശക്തി പൂർണ്ണമായും ലഭ്യമാക്കുന്ന പദ്ധതി. ഇനി എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്, നമ്മുടെ കേരള ഗവൺമെന്റ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത്? കാരുണ്യ പദ്ധതി. അപ്പൊ മാരക രോഗം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രോഗമാണ്? ക്യാൻസർ രോഗം, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം, അതുപോലെ തന്നെ വൃക്കാരോഗം, അതുപോലെ തന്നെ ഹീമോഫീലിയ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇത്തരം രോഗവുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരുണ്യ പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യമാണ്, അടുത്ത പ്രോജക്റ്റ് ആണ് അല്ലെങ്കിൽ പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി. എന്താണ് പദ്ധതിയുടെ പേര്? ആരോഗ്യ കിരണം എന്നാണ്. ഇത് 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് എന്താണ് രോഗം ബാധിക്കുമ്പോ? എന്ത് രോഗാണ്? അർബുദ രോഗം, അതുപോലെ തന്നെ ഹൃദ്രോഗം, അതുപോലെ തന്നെ എന്താണ്? വൃക്കരോഗം. അപ്പൊ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കരോഗ ബാധിതരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയുടെ പേരാണ് ആരോഗ്യ കിരണം പദ്ധതി. ക്ലിയർ ആയില്ലേ? അടുത്ത പദ്ധതിയുടെ പേര് താലോലം പദ്ധതി എന്നാണ്. താലോലം. ഇതും അങ്ങനെ തന്നെയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം, അതുപോലെ തന്നെ നാഡീ സംബന്ധമായിട്ടുള്ള രോഗം, അതുപോലെ തന്നെ ഓട്ടിസം. എന്താണ് ഓട്ടിസം? അതുപോലെ തന്നെ
അസ്ഥിവൈകല്യം, എന്താണ് അസ്ഥിവൈകല്യം, ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള ആൾക്കാരാണ് 18 വയസ്സിന് താഴെയുള്ളവര്, അവർക്ക് എന്ത് നൽകുകയാണ്, അവർക്ക് എന്താണ് എൻഡോസൾഫാൻ ബാധിതർ. ഇത് കൂടാതെ ഇതിൽ ആരും കൂടി പെടുന്നുണ്ട്, എൻഡോസൾഫാൻ ബാധിതർ പെടുന്നുണ്ട്. എൻഡോസൾഫാൻ ബാധിതരാണ്, അവർക്ക് എന്ത് നടത്തുന്നുണ്ട്, ഡയാലിസിസോ അതുപോലെ തന്നെ എന്തെങ്കിലും ശസ്ത്രക്രിയയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടി വരുന്ന എന്താണ് ചികിത്സാ ചെലവിന് ധനസഹായം നൽകണ പദ്ധതിയുടെ പേരാണ് താലോലം. അപ്പൊ താലോലത്തിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. 18 വയസ്സിൽ താഴെയാവണം, അവര് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം, നാഡീ സംബന്ധമായിട്ടുള്ള അസുഖം, ഓട്ടിസം ബാധിച്ച ആൾക്കാര്, അസ്ഥി വൈകല്യമുള്ള ആൾക്കാരാവുക, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അവരുടെ ചികിത്സയ്ക്ക് സഹായം കൊടുക്കുക. അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ളവര് എൻഡോസൾഫാൻ ബാധിതരാണെങ്കിൽ അവർ ഡയാലിസിസ് നടത്തുന്നുണ്ടെങ്കിൽ, ശസ്ത്രക്രിയക്കൊക്കെ വിധേയരാകുന്നുണ്ടെങ്കിൽ അതിന് ധനസഹായം കൊടുക്കുക കേട്ടോ. ഇനി അത് ഈ എന്താ പറയാ, കാരുണ്യ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള അടുത്തൊരു ചോദ്യത്തിന്റെ പേരാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്ന രോഗം. എന്താണ് മൃതസഞ്ജീവനി? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ അവയവം ദാനം ചെയ്യാനുള്ള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് എന്ത് പറഞ്ഞ മൃതസഞ്ജീവനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ PSC പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആർദ്രം പദ്ധതി. എന്താണ്? ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ആർദ്രം പദ്ധതി. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളില് സാധാരണക്കാർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ജനസൗഹൃദ ആശുപത്രികളാക്കി മാറ്റുക. ജനസൗഹൃദ ആശുപത്രികളാക്കി മാറ്റുന്ന പദ്ധതിയുടെ പേരാണ് ആർദ്രം. എപ്പോഴും ചോദിക്കാറുണ്ട് ആർദ്രം, മൃതസഞ്ജീവനി, അതുപോലെ തന്നെ എന്താണ് ആരോഗ്യ, എന്താ പറയാ, കിരണം, കാരുണ്യ, ഇതൊക്കെ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക നിങ്ങൾ. ഇനി അടുത്തത് നോക്കൂ. അടുത്ത പദ്ധതിയുടെ പേര് സ്നേഹ സാന്ത്വനം എന്നാണ്. എന്താണ് സ്നേഹ സാന്ത്വനം എന്ന് പറയുന്ന പദ്ധതിയുടെ പേര്? ഇത് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ നമ്മൾ എൻഡോസൾഫാന്റെ കാര്യം പറഞ്ഞു, പക്ഷേ സ്നേഹ സാന്ത്വനാണ് എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദിക്കാറ്. എൻഡോസൾഫാൻ മൂലം എന്തെങ്കിലും വൈകല്യം സംഭവിച്ചിട്ടുള്ള ആൾക്കാരാവുക, അല്ലെങ്കിൽ അവര് കിടപ്പിലായിട്ടുള്ള ആൾക്കാരാവുക, എൻഡോസൾഫാൻ പ്രശ്നം മൂലം, അങ്ങനെയുള്ള ആൾക്കാർക്ക് ധനസഹായം കൊടുക്കുന്നതാണ് സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത്. എന്താണ്? സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനം. അടുത്ത വയോമിത്രം. 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് എന്ന് വിചാരിക്കൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്നത് ആ പദ്ധതിയുടെ പേരാണ് വയോമിത്രം. 65 വയസ്സിന് പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ പേരാണ് വയോമിത്രം പദ്ധതി. അടുത്തത് സ്വാസ്ഥ്യം പദ്ധതി. എന്താണ്? സ്വാസ്ഥ്യം എന്നാണ് പദ്ധതിയുടെ പേര്. ഇത് എന്താണ്? അർബുദം അഥവാ ക്യാൻസർ എന്ത് ചെയ്യാനാണ്? നേരത്തെ കണ്ടെത്തി ചികിത്സ നടപ്പിലാക്കാനുള്ള ബോധവൽക്കരണ പദ്ധതി. അപ്പൊ അർബുദവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബോധവൽക്കരണ പദ്ധതിയുടെ പേരാണ് സ്വാസ്ഥ്യം പദ്ധതി എന്ന് മനസ്സിലാക്കുക. സ്വാസ്ഥ്യം പദ്ധതി ക്ലിയർ ആയില്ലേ? അടുത്തതും ചോദിച്ചിട്ടുള്ളതാണ് സുകൃതം എന്നാണ് പേര്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുക. അപ്പൊ മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ എന്താണ് സെലക്റ്റഡ് ആയിട്ടുള്ള മറ്റ് ഹോസ്പിറ്റലുകള് ഇവിടെയൊക്കെ തന്നെ എന്താണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ, അപ്പൊ BPL ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് എന്താണ്, ഏത് ചികിത്സക്കാണ്? ക്യാൻസർ ചികിത്സയ്ക്ക് സൗജന്യ ചികിത്സ കൊടുക്കുക, ക്യാൻസറിന് സൗജന്യ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് ഏത് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കണേ? സുകൃതം എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കണേ. ക്ലിയർ ആയില്ലേ? അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് കുറെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് മിഠായി പദ്ധതി. മിഠായി അതായത് കുട്ടികൾക്ക്, ഇപ്പൊ നമുക്കറിയാം ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് വരെ എന്താണ് പ്രമേഹമുള്ള കാലാണ് അല്ലേ? അപ്പൊ കുട്ടികളിലെ പ്രമേഹ രോഗം തടയാനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്താ? മിഠായി പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സാന്ത്വനം എന്നാണ് പദ്ധതിയുടെ പേര്. എന്താണ് സാന്ത്വനം?
അതായത് വീട്ടിൽ നമ്മുടെ വീട്ടുകളിലൊക്കെ കിടപ്പ് രോഗികൾ ഉണ്ട് എന്ന് വിചാരിക്കൂ. അങ്ങനെ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവരെ വീട്ടിലെത്തി പരിചരിക്കണ പദ്ധതിയാണ് എന്താണ് സാന്ത്വനം. അതിനു വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി നേഴ്സുമാരുണ്ട്. ആ കമ്മ്യൂണിറ്റി നേഴ്സുമാരെയാണ് നിയോഗിക്കുക. അവര് വന്നിട്ട് അത് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അതാണ് സാന്ത്വനം പദ്ധതി. ക്ലിയർ ആയില്ലേ സാന്ത്വനം പദ്ധതി എന്ന് പറഞ്ഞാൽ? അപ്പോ സാന്ത്വനം പദ്ധതി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ അടുത്തത് അശ്വമേധം എന്ന് പറയുന്ന പദ്ധതി. എന്താണ് അശ്വമേധത്തിന്റെ പ്രത്യേകത? അതായത് കുഷ്ഠരോഗം ബാധിച്ചിട്ടുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കാം. കുഷ്ഠരോഗം ബാധിച്ചിട്ടുള്ളവർക്ക് നമ്മൾ വീട്ടിലെത്തിയിട്ട് രോഗനിർണയമൊക്കെ നടത്തുന്ന പദ്ധതിയാണ്. കേരള സാമ്യ മിഷന്റെ പദ്ധതിയാണ് കുഷ്ഠരോഗം കേട്ടോ. കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്വമേധം പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറയണ്ടായി 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അല്ലെ എന്താണ് ആരോഗ്യ കിരണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടി ചോദിച്ചിട്ടുണ്ട്. 18 വയസ്സ് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകാനുള്ള പദ്ധതി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിന്റെ ഒപ്പം ടീച്ചർ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പൊ അത് ഓർത്തു വെക്കാൻ. അതുപോലെ തന്നെ അടുത്തത് മിഴിയാണ്. മിഴി എന്താണ് മിഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ അതുപോലെ തന്നെ എയ്ഡഡ്, സർക്കാർ അതുപോലെ തന്നെ എന്താണ് എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് എന്ത് കൊടുക്കുകയാണ്? കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി. എന്താണ് മിഴി എന്ന് പറഞ്ഞാൽ? സൗജന്യമായിട്ട് കണ്ണട കൊടുക്കുന്നു. അടുത്തത് നോക്കൂ, സ്പെക്ട്രം. എപ്പോഴും ചോദിക്കാറുണ്ട് സ്പെക്ട്രം. എന്താണ് സ്പെക്ട്രം? അതായത് ഓട്ടിസം ബാധിച്ച കുട്ടികളെ നമ്മൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ചതാണ്. അപ്പോ ആദ്യമേ തന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികളെ കണ്ടെത്തുകയും അവരുടെ കഴിവുകൾ വളർത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് സ്പെക്ട്രം. ഇനി അടുത്ത പരിപാടിയുടെ പേര് സ്മൈൽ പദ്ധതി എന്നാണ്. എന്താണത്? അതായത് റോഡ് അപകടങ്ങളിലൊക്കെ പെടുന്ന ആൾക്കാരാണെങ്കിൽ അവരെ ചികിത്സിക്കുന്നതിനായി കേരള പോലീസ് അവർക്ക് വേഗം അടിയന്തര ചികിത്സ കൊടുക്കാനായിട്ട് കേരള പോലീസിന്റെ പദ്ധതിയുടെ പേരാണ് സ്മൈൽ പദ്ധതി. ഏതാണ്? സ്മൈൽ എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. ഇനി അടുത്ത പദ്ധതി ജീവനിയാണ്. ഇത് കോളേജ് വിദ്യാർത്ഥികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. കോളേജ് വിദ്യാർത്ഥികളുടെ എന്താണ് മാനസിക ആരോഗ്യം, കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി അവരുടെ ആത്മഹത്യാ പ്രവണതയൊക്കെ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ജീവനി. അടുത്ത നോക്കൂ, ആവാസ്. ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള വേറൊരു ചോദ്യമാണ്. അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് എന്താണ് കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ പദ്ധതിയുടെ പേരാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവാസ് പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് നോക്കൂ, അമൃതം ആരോഗ്യം. എന്താണ് പദ്ധതിയുടെ പേര്? അമൃതം ആരോഗ്യം എന്നാണ്. അപ്പൊ നമുക്കറിയാം ഇപ്പോ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമകളാണ് എല്ലാവരും അല്ലെ. ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കേണ്ടായി. അപ്പൊ ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയം, ജീവിതശൈലി രോഗം ഉണ്ടോ എന്നറിയാൻ സൗജന്യ രോഗനിർണയം മാത്രമല്ല അതിന്റെ ചികിത്സയും. സൗജന്യ രോഗം നിർണയിച്ചതിന് ശേഷം ചികിത്സയും കൊടുക്കുക. ആ പദ്ധതിയുടെ പേരാണ് എന്ത് പറഞ്ഞ അമൃതം ആരോഗ്യം പദ്ധതി. എന്താണ്? അമൃതം ആരോഗ്യം പദ്ധതി. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കാം. അടുത്ത നമ്മൾ ഒരു പോയിന്റും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആശാപ്രവർത്തകരെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ആശാപ്രവർത്തകർ ആരാണ്? ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരെ വിളിക്കുന്ന പേരാണ് ആശാപ്രവർത്തകർ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? എന്താ പറഞ്ഞേ? അതായത് ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുന്ന
ആരോഗ്യ പ്രവർത്തകരാണ് ആശാ പ്രവർത്തകർ കേട്ടോ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള പദ്ധതികൾ മാത്രമായിട്ട് ഒരു ദിവസം വേറെ ക്ലാസ് എടുക്കും. അതായത് അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഇത് നമ്മൾ മെയിൻ ആയിട്ടും എന്താ പറയാ പ്രധാനമായിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഉൾപ്പെടുത്തുമ്പോൾ എന്തുണ്ടാവും എന്ന് ചോദിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കറന്റ്ലി ഉള്ള കുറച്ച് പദ്ധതികളും കൂടി അതിൽ ഉൾപ്പെടും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പദ്ധതികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യം. ഇനി നമുക്ക് കേരളത്തിലെ കായലുകൾ പഠിക്കാം. നദികൾ പഠിച്ച പോലെ അത്ര അധികം ഒന്നും കായലുകളെ കുറിച്ച് പഠിക്കാനില്ല. കേരളം നമുക്കറിയാം കായലുകളുടെയും തടാകങ്ങളുടെയും നാട്, അതുപോലെ തന്നെ ലഗൂണുകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ കേരളമാണ്. കേരളത്തിൽ മൊത്തത്തിലുള്ള കായലുകളുടെ എണ്ണം എത്രയാന്ന് ചോദിക്കാറുണ്ട്. 34. അതിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ. കേരളത്തിൽ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്, ഏറ്റവും വലുതാണ്. അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയത് ഒക്കെ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. അപ്പൊ വലിയ കായൽ, നീളം കൂടിയ കായൽ എന്നൊക്കെ ചോദിച്ചാൽ വേമ്പനാട്ട് കായൽ പറയും. എറണാകുളം, അതുപോലെ തന്നെ കോട്ടയം, അതുപോലെ തന്നെ ആലപ്പുഴ എന്നീ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വേമ്പനാട് കായൽ. ഈ വേമ്പനാട് കായലിനെയാണ് കുട്ടനാടിൽ പുന്നമടക്കായൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ കുട്ടനാടിൽ എത്തുമ്പോൾ വേമ്പനാട് കായലിന്റെ പേര് പുന്നമടക്കായൽ എന്നാവും. അതുപോലെ തന്നെ കൊച്ചിയിലെത്തുമ്പോൾ ഇതിന്റെ പേര് കൊച്ചി കായൽ എന്നാവും. എന്താണ്? കൊച്ചിയിലെത്തുമ്പോൾ കൊച്ചി കായൽ എന്നാവും ഇതിന്റെ പേര്. ഇനി അതും കൊച്ചി കായലിന് കൂടാണ്ട് വീരൻപുഴ എന്നൊരു പേരും കൂടി കൊച്ചിയിൽ എന്തിനുണ്ട്? വേമ്പനാട് കായലിനുണ്ട് എന്ന് ഓർക്കുക. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ് ഈ കായലിലുള്ള ദ്വീപുകളുടെ പേരുകൾ. ഒന്ന് പാതിരാമണൽ ദ്വീപ്, ദേശാടന പക്ഷികൾ ധാരാളം കാണപ്പെടുന്ന പാതിരാമണൽ. അതുപോലെ തന്നെ പെരുമ്പളം എന്ന് പറയുന്ന ദ്വീപ്, അതുപോലെ തന്നെ വൈപ്പിൻ എന്ന് പറയുന്ന ദ്വീപ്. നെക്സ്റ്റ് വൺ വെല്ലിംഗ്ടൺ. ഏതാണ്? വെല്ലിംഗ്ടൺ. അതുപോലെ തന്നെ വല്ലാർപാടം, വെല്ലിംഗ്ടൺ, അതുപോലെ വല്ലാർപാടം. നെക്സ്റ്റ് വൺ കടമക്കുടി തുടങ്ങിയവയൊക്കെ തന്നെ എന്താണ്? നമ്മുടെ വേമ്പനാട് കായലിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ദ്വീപുകളാണ് എന്ന് ഓർത്തു വയ്ക്കുക. വേമ്പനാട് കായൽ അതുപോലെ തന്നെ റംസാർ ലിസ്റ്റിൽ ഉൾപ്പെടുകയുണ്ടായി. റംസാർ ലിസ്റ്റിൽ വേമ്പനാട് കായൽ ഉൾപ്പെട്ട വർഷം ഏതാണ്? 2002 എന്നും കൂടെ ഓർക്കുക. വേമ്പനാട് കായലിന് കുറുകെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ആ ബണ്ടിന്റെ പേര് തണ്ണീർ മുക്കം ബണ്ട് എന്നാണ്. അപ്പൊ തണ്ണീർ മുക്കം ബണ്ട് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേമ്പനാട് കായലിലാണ് എന്ന് പറയും. വളരെ പ്രശസ്തമായിട്ടുള്ള നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും വേമ്പനാട് കായലിലാണ്. അതുപോലെ കുട്ടനാട്, നമുക്കറിയാം സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ കുട്ടനാട് വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് വേമ്പനാട് കായലിൽ ഒരു തടയണ നിർമ്മിച്ചിട്ടുണ്ട്. ആ തടയണയുടെ പേര് തോട്ടപ്പിള്ളി സ്പിൽവേ എന്നാണ്. എന്താണ്? തോട്ടപ്പിള്ളി സ്പിൽവേ. അപ്പൊ തോട്ടപ്പിള്ളി സ്പിൽവേ കാണപ്പെടുന്നതും എവിടെയാണ് എന്ന് ഓർത്തു വെക്കണം നമ്മള്? വേമ്പനാട് കായലിലാണ് എന്ന് ഓർക്കണം. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട വേമ്പനാട് കായലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്ത കായലിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അഷ്ടമുടി കായലാണ്. നെക്സ്റ്റ് അഷ്ടമുടി കായലാണ്. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള. എന്താണ്? ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. അതിനേക്കാൾ കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പനയോല, അതുപോലെ തന്നെ നീരാളി എന്നിവയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായൽ, കേരളത്തിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അഷ്ടമുടി കായൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ്, കൊല്ലം ജില്ലയിലാണ്. പനയോലയുടെയും നീരാളിയുടെയും ആകൃതിയിലാണ്. 1988 ജൂലൈ മാസം 8-ാം തീയതി കേരളത്തിൽ നടന്ന വളരെ പ്രശസ്തമായിട്ടുള്ള വലിയൊരു ദുരന്തമാണ് പെരുമൺ തീവണ്ടി അപകടം. അത് നടന്നത് അഷ്ടമുടി കായലിലാണ്. അഷ്ടമുടി കായലിൽ പ്രധാനപ്പെട്ട 8 ചെറിയ ദ്വീപുകൾ കാണപ്പെടുന്നു. 8 ചെറിയ ദ്വീപുകൾ ഉണ്ട്. ഈ 8 ചെറിയ ദ്വീപുകളെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? മൺട്രോ തുരുത്ത് എന്നാണ്. അപ്പൊ മൺട്രോ തുരുത്ത് കാണപ്പെടുന്നത് ഏത് കായലിലാണ്? അഷ്ടമുടി കായലിലാണ് എന്ന് മനസ്സിലാക്കുക. അഷ്ടമുടി കായൽ പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. എവിടെയാണ് പതിക്കുന്നത്? അഷ്ടമുടി കായൽ അറബിക്കടലിലാണ്.
ഇനി അഷ്ടമുടിക്കായൽ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലത്തെ നമ്മൾ വിളിക്കുന്നത് നീണ്ടകര. നീണ്ടകര പൊഴി എവിടെയാണ്? നീണ്ടകര പൊഴിയിലാണ് എന്ത് അറബിക്കടലിൽ ചെന്ന് ചേരുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ നടക്കുന്ന ട്രോഫിയുടെ പേരെന്താണ്? പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയാണ്. അപ്പൊ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി എവിടെ നടക്കുന്നു? അഷ്ടമുടിക്കായലിൽ നടക്കുന്നു ട്ടോ. ഇനി അടുത്തത് അഷ്ടമുടിക്കായൽ പതിക്കുന്ന കടൽ എവിടെയാണെന്നാ പറഞ്ഞത്? അറബിക്കടലാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അടുത്തത് ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ്. ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് എവിടെയാണ് ആരംഭിച്ചത്? അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്നത് നീണ്ടകര അഴി എന്നാണ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലത്തിന് വിളിക്കുന്നത് നീണ്ടകര അഴി എന്നാണ്. ഇനി അടുത്തത് നോക്കൂ, ശാസ്താംകോട്ട. ശാസ്താംകോട്ടയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് അക്ഷരത്തിന്റെ ആകൃതിയിലുള്ള കായലാണ് ശാസ്താംകോട്ട കായൽ. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നും അറിയപ്പെടുന്നു. ഇത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കായലുകളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. കായലുകളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നു. ഇനി അടുത്തത് പൂക്കോട് തടാകമാണ്. പൂക്കോട് തടാകത്തിന്റെ പ്രത്യേകത ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയാണ് പൂക്കോട് തടാകത്തിന്. പൂക്കോട് തടാകം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലാണ്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് ഏത്? പൂക്കോട് തടാകം എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ്. അടുത്തൊരു തടാകമാണ് മാനാഞ്ചിറ തടാകം. മാനാഞ്ചിറ തടാകത്തിന്റെ പ്രത്യേകത, ഇത് മാനാഞ്ചിറ എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. കോഴിക്കോട് ജില്ലയിലാണ്. അടുത്തത് എന്താണ്? മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം. ക്ലിയർ ആയില്ലേ? ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു? ശാസ്താംകോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂക്കോട് തടാകം പറയണം. ഏതാണ് പറയേണ്ടത്? പൂക്കോട് തടാകം. ഇനി കേരളത്തിലെ വടക്കേ അറ്റത്തെ കായലാണ് ചോദിക്കുന്നതെങ്കിൽ വടക്കേയറ്റം കാസർഗോഡാണ്. കായലിന്റെ പേര് ഉപ്പളക്കായൽ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് ഉപ്പളക്കായലിലാണ്. ഇനി കേരളത്തിലെ തെക്കേ അറ്റത്തെ കായലാണ് ചോദിക്കുന്നതെങ്കിൽ തെക്കേയറ്റത്തെ കായൽ വേളിക്കായലാണ്, തിരുവനന്തപുരം. ഇനി തെക്കേയറ്റത്തെ ശുദ്ധജല തടാകമാണ് ചോദിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി പറയണം. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി. അതുപോലെ തന്നെ പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു തടാകമാണ് മുരിയാട് തടാകം. എവിടെയാണ് മുരിയാട് തടാകം സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിൽ ഉള്ള ഒരു തടാകമുണ്ട്. അതിന്റെ പേര് മേപ്പടി എന്നാണ്. മേപ്പടി എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള കേരളത്തിലെ നദികള്, കായലുകള്, തടാകങ്ങള്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എന്താ പറയാ ആരോഗ്യക്ഷേമ പദ്ധതികൾ തുടങ്ങിയവ. അപ്പോൾ ക്ലാസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.